പ്രവാസലോകത്തെ വാർത്തകൾ. യുഎസിന്റെ 51ാമത് സംസ്ഥാനമാകാൻ കാനഡയ്ക്ക് ട്രംപിന്റെ കൂറ്റൻ ഓഫർ. ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം സൗജന്യമായി നൽകാമെന്നും കാനഡ ഈ വാഗ്ദാനം നിരസിച്ചു. യുഎസിന്റെ ഭാഗമായില്ലെങ്കിൽ ഗോൾഡൻ ഡോം സ്വന്തമാക്കാൻ കാനഡ $61 ബില്യൺ നൽകണമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുഎസിന്റെ ഭാഗമായാൽ $1 പോലും നൽകേണ്ട, സൗജന്യമാണ്. നേരത്തെയും ട്രംപ് കാനഡയോട് യുഎസിന്റെ സംസ്ഥാനമാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കനേഡിയൻ സർക്കാർ ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോം എത്രയും വേഗം പ്രാവർത്തികമാക്കാനാണ് ട്രംപിന്റെ നീക്കം. യുഎസ് സ്പേസ് ഫോഴ്സ് ജനറൽ മൈക്കൽ ഗുഡ്ലൈനിനെ ദൗത്യത്തിന്റെ തലവനായി ട്രംപ് നിയമിച്ചിരുന്നു. റഷ്യ, ചൈന എന്നിവരുടെ ഭീഷണികൾ ഇല്ലാതെയാക്കാനും യുഎസിനെ സംരക്ഷിക്കാനുമാണ് ഈ നീക്കമെന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. $175 ബില്യൺ പദ്ധതിയുടെ ചെലവ്. ജനുവരി 2029 മുമ്പ് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ വിസ റദ്ദാക്കുമെന്ന് യുഎസ്. വിസ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം. വിദ്യാർത്ഥി വിസയുടെ നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്നും വിസ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഉടനടി വിസ റദ്ദാക്കൽ, ഭാവിയിൽ യുഎസ് വിസയ്ക്ക് യോഗ്യതയില്ലായ്മ എന്നിവയുൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ന്യൂഡൽഹിയിലെ യുഎസ് എംബസി മുന്നറിയിപ്പ് നൽകി. അനുമതിയില്ലാതെ ക്ലാസുകൾ മുടക്കുക, പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തുക, കോഴ്സിൽ നിന്ന് പിന്മാറുക, ഇതെല്ലാം ചെയ്താൽ വിസ റദ്ദാക്കപ്പെട്ടേക്കാം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ വിസ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. മുൻകൂർ അറിയിപ്പ് കൂടാതെ വിസ റദ്ദാക്കിക്കൊണ്ട് യുഎസ് സർക്കാർ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരായ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കുവൈറ്റിൽ നിയമവിരുദ്ധമായി കുടുംബ വിസ നേടിയ പ്രവാസികൾക്ക് മുന്നറിയിപ്പ്. നിയമലംഘകർക്ക് അവരുടെ സ്റ്റാറ്റസ് ക്രമീകരിക്കാനോ അല്ലെങ്കിൽ കുടുംബങ്ങളെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരികെ അയക്കാനോ 1 മാസത്തെ സാവകാശം അനുവദിച്ചു. ഉയർന്ന ശമ്പളം കാണിച്ച് കുടുംബ വിസ നേടിയ പ്രവാസികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കുവൈറ്റ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. ഈ നിയമലംഘകർക്ക് അവരുടെ സ്റ്റാറ്റസ് ക്രമീകരിക്കാനോ അല്ലെങ്കിൽ കുടുംബങ്ങളെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരികെ അയക്കാനോ 1 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. വിസ ലഭിക്കാനായി തുടക്കത്തിൽ 800 കുവൈത്തി ദിനാർ ശമ്പള വ്യവസ്ഥ പാലിക്കുകയും ഭാര്യയ്ക്കും കുട്ടികൾക്കും കുടുംബ വിസ നേടുകയും ചെയ്ത ശേഷം കുറഞ്ഞ ശമ്പളത്തിലേക്ക് മാറിയ പ്രവാസികൾക്കാണ് ഈ മുന്നറിയിപ്പ്. ദേശീയതയോ വിദ്യാഭ്യാസ യോഗ്യതയോ പരിഗണിക്കാതെ എല്ലാ പ്രവാസികൾക്കും ശമ്പള വ്യവസ്ഥ പാലിച്ചാൽ കുടുംബ വിസയ്ക്ക് അപേക്ഷിക്കാമെന്നും അധികൃതർ അറിയിച്ചു. കുടുംബാംഗങ്ങൾക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പാക്കാൻ പ്രവാസികൾക്ക് കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന പഠനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 800 ദിനാർ ശമ്പള വ്യവസ്ഥ നടപ്പിലാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിൽ കഴിഞ്ഞ വർഷം പൗരത്വം നേടിയവരിൽ അധികവും ഇന്ത്യക്കാർ. 23% ഇന്ത്യൻ പൗരന്മാരാണ് കനേഡിയൻ പൗരത്വം നേടിയത്. മെയ് 26 ആരംഭിച്ച കാനഡയുടെ വാർഷിക പൗരത്വ വാരം ജൂൺ 1 വരെ നീണ്ടുനിൽക്കും. രാജ്യത്തെ വൈവിധ്യമാർന്ന ജനസംഖ്യയും കനേഡിയൻ പൗരത്വത്തിന്റെ മൂല്യങ്ങളെയും ആഘോഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു വാർഷിക പൗരത്വ വാരം ആചരിക്കുന്നത്. 2024 കാനഡ 3.74 ലക്ഷം വ്യക്തികൾക്ക് പൗരത്വം നൽകി. അതിൽ ഏറ്റവും വലിയ കൂട്ടം ഇന്ത്യൻ പൗരന്മാരായിരുന്നു. ആകെയുള്ളതിന്റെ 23% വരും ഇത്. 2023 പൗരത്വം നേടിയവരുടെ എണ്ണം 3.80 ലക്ഷത്തിൽ നിന്ന് നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും പൗരത്വം നേടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. 2023 78,714 നിന്ന് 2024 87,812 പൗരത്വവാരം ആഘോഷിക്കുമ്പോഴും ഫെഡറൽ സർക്കാർ കുടിയേറ്റം കുറയ്ക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിലെ കുടിയേറ്റ നിലവാര പദ്ധതിയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്ഥിര താമസക്കാരുടെയും താൽക്കാലിക താമസക്കാരുടെയും എണ്ണം കുറച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദ നമ്പർ പ്ലേറ്റ്. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അവർക്ക് പ്രത്യേക നമ്പർ പ്ലേറ്റുകൾ നൽകുന്നത്. റോയൽ ഒമാൻ പോലീസാണ് പുതിയ നമ്പർ പ്ലേറ്റുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്.
പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗങ്ങൾക്കായി വ്യത്യസ്തമായ വിഷ്വൽ ഐഡന്റിഫയറുകൾ നൽകി രാജ്യത്തുടനീളം ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. പുതിയ സംവിധാനം അനുസരിച്ച് സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങളിൽ കറുത്ത നിറത്തിലുള്ള വാചകങ്ങൾ അടങ്ങിയ മഞ്ഞ പ്ലേറ്റുകളായിരിക്കും ഉണ്ടാവുക. വാണിജ്യ, ടാക്സി, വാടക ഇലക്ട്രിക് വാഹനങ്ങളിൽ വെളുത്ത വാചകങ്ങൾ അടങ്ങിയ കറുത്ത നിറമായിരിക്കും നമ്പർ പ്ലേറ്റിന് നൽകുക. എല്ലാ ഇലക്ട്രിക് വാഹന ഉടമകളും ഉപഭോക്താക്കളും ഈ മാറ്റം ശ്രദ്ധിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.